ഇമോഷണൽ ബോഡിയെ പ്യൂരിഫൈ ചെയ്യാൻ, അതായത് ഒരു ഇമോഷണൽ സോളിനെ പോലും പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ്, സൂപ്പർ പവർ ഈ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ അവരിലുള്ള സൂപ്പർ പവറിനെ പറയുന്ന പേര് രോഹാന ശക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രോഹാന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഇമോഷണാലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഇമോഷണാലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസം കൊടുക്കാൻ സാധിക്കുകയും അത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വരുമ്പോൾ ഈ തള്ളവിരലുകൾ റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 21 ടൈംസ് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുക. 30 ഡേയ്സ് കൃത്യമായി നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ അറിയാതെ നിങ്ങളിലെ ഒരു പവർ ഉണരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു രോഹാന ശക്തി നിങ്ങളിലേക്ക് വരുന്നത് അറിയാൻ പറ്റും. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ നക്ഷത്രങ്ങളും അവരുടെ ഉള്ളിലെ സ്പിരിറ്റിനെ എങ്ങനെ അവരിലുള്ള സൂപ്പർ പവറിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട 3 നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓരോന്നിനും അവരവരുടേതായ ചില ഇന്നർ പവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിന് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മളായിട്ട് ചെയ്യേണ്ട വസ്തുതകൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് സ്പിരിറ്റ് ട്രാൻസ്മിഷനിൽ കൂടെ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് ഒരു അരോചകമായി നിങ്ങൾ കാണരുത്. എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. ഒരു ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ പരകായ പ്രവേശനം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല ഈ സ്പിരിറ്റ് ട്രാൻസ്മിഷനിൽ കൂടി പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്നർ പവേഴ്സിനെ നമുക്ക് എങ്ങനെ ഉണർത്താം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ, അവരുടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ പവേഴ്സ് എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അറിയുവാനായിട്ട് പോകുന്നത്. രോഹിണിയെ സംബന്ധിച്ച് രോഹിണിയുടെ ST ഗോഡ്, അതായത് സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ഗോഡായിട്ട് കണക്കാക്കുന്നത് ചന്ദ്രനാണ്. നമ്മൾ അസ്ട്രോളജി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജ്യോതിഷപ്രകാരം മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ രോഹിണി നക്ഷത്ര ജാതരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷണാലിറ്റി കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. വളരെ അടുത്ത് ബന്ധമുള്ളവരായിരുന്നാലും അല്ലെങ്കിൽ വളരെയധികം ദൂരെയുള്ളൊരു വ്യക്തിയെ ആണെങ്കിൽ കൂടിയും എപ്പോഴും അവരെക്കുറിച്ച് ആലോചിക്കുകയും അവരിലൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു ടെലിപ്പതിക്ക് ഇമോഷണാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിലുള്ള സൂപ്പർ പവറിനെ പറയുന്ന പേര് രോഹാന ശക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രോഹാന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഇമോഷണാലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഇമോഷണാലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസം കൊടുക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ചില വികാരങ്ങളെ ചില സമയങ്ങളിൽ നിയന്ത്രിച്ചു നിർത്തുവാനുള്ള കഴിവും ഈ രോഹാന ശക്തി എന്നുള്ള ശക്തിയിലൂടെ സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസിൽ രോഹിണി നക്ഷത്ര ജാതർക്ക് സാധിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു സാമ്യത ഒന്ന് നോക്കണം. രോഹാന ശക്തി എന്നാണ്. ഒരുപക്ഷെ ആ ശക്തി സ്രോതസ്സിൽ നിന്നാകാം ഈ കോസ്മിക് സ്റ്റാറിന് രോഹിണി എന്നുള്ള പേര് പോലും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. അതാണ് പറഞ്ഞത്, ഓരോ നക്ഷത്രങ്ങളെയും ബേസ് ചെയ്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സൽ പവറുണ്ട്. ഈ യൂണിവേഴ്സൽ പവറാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ നക്ഷത്രങ്ങളിൽ കൂടി ഒരു കോസ്മിക് റേസ് ആയിട്ട് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോയിൻ്റ് ഏതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരു റെജുവിനേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഈ രോഹാന ശക്തിയുടെ മറ്റൊരു വലിയ പ്രത്യേകത കോൺഷ്യസ്നെ കൊണ്ടുവരുവാൻ വളരെയധികം കഴിവുള്ള ഒരു പവറാണ് ഈ രോഹാന ശക്തി എന്ന് പറയുന്നത്. അതായത് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളിൽ അബോധാവസ്ഥയിലിരിക്കുന്നവർ വളരെ കുറവായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരെപ്പോഴും ബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. വളരെ ബോധമുള്ള വ്യക്തികളാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ പുറമേ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അവനെ പറ്റിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ എല്ലാ കള്ളത്തരങ്ങളും അറിയാമെങ്കിലും അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് രോഹിണി നക്ഷത്ര ജാതരം എന്ന് പറയുന്നത്. കൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി. ഞാൻ പറയണ്ടല്ലോ, അത് കൃഷ്ണൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. കൃഷ്ണൻ എന്തൊക്കെ ഒരു ധാർമ്മികത കീപ്പ് ചെയ്യുന്നുണ്ടോ, കൃഷ്ണൻ എന്തൊക്കെ ഒരു മനോഭാവം ഭഗവാനിലുണ്ടായിരുന്നു, അതെല്ലാം ഈ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ ഉണ്ടാവും. ഏറ്റവും വലിയ പ്രത്യേകത സൗന്ദര്യ ആരാധകരായിരിക്കും ഇവർ.
സൗന്ദര്യത്തെ വളരെയധികം വീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ നല്ല അത്യാവശ്യം സുന്ദരികളായ പെൺപിള്ളേരെ കണ്ടാൽ വായ്നോട്ടം എന്ന് ഒരു രീതിക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു വായ്നോട്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അവരുടെ സൗന്ദര്യത്തിനെ എന്താ പറയുന്നത്, നഖം മുതൽ മുടി വരെ ആസ്വദിക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. സ്ത്രീകളായിരുന്നാലും അങ്ങനെ തന്നെയാണ്. തിരിച്ച് ആരും കാണാതെ അവരൊക്കെ ഒന്ന് നോക്കിയൊക്കെ പോകുന്ന ടൈപ്പുകളാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ രോഹാന ശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഞാൻ പറഞ്ഞ കോൺഷ്യസ് ആണ്, രണ്ടാമത് ഇമോഷണൽ പരമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവാണ്, 3 കോൺഷ്യസ് ആണ്. അതായത് ഈ നമ്മുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ സൗന്ദര്യാത്മകമായിട്ടൊരു വസ്തുവിനെ വർണ്ണിക്കാനും അതിൻ്റെ പവറിനെ ഉണർത്തുവാനും രോഹാന ശക്തിയിലൂടെ രോഹിണി നക്ഷത്ര ജാതർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൽ വരുന്ന 4ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡിവോഷണൽ മാനേജ്മെൻ്റ് ആണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭക്തിയെ എപ്രകാരം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ യുക്തിപരമായി അറിവുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രം. അത് ചിലപ്പോൾ ഇവരങ്ങനെ ചിലപ്പോൾ അമ്പലത്തിലൊന്നും പോകുന്നത് ചിലപ്പോൾ നമ്മൾ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഏത് മതവിശ്വാസികളായിട്ടുള്ള രോഹിണി നക്ഷത്ര ജാതരായിട്ടായിരുന്നാലും ഒരു എത്തിസ്റ്റിക് ആണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവരാരും എത്തിസ്റ്റിക് ഒന്നും അല്ല. അവരുടെ ഉള്ളിൽ അവർ കീപ്പ് ചെയ്യുന്ന ഒരു കർമ്മ ബിലീഫുണ്ട്. ഈ കർമ്മ ബിലീഫിലാണ് യഥാർത്ഥ ഭക്തിയെ ഇവർ കാണുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇമോഷണാലിറ്റിയും കോൺഷ്യസും ഒരുപോലെയുള്ള ഒരു ശക്തി, ഒരു പവറാണ് രോഹിണി നക്ഷത്ര ജാതർക്കുള്ളത്. അതുകൊണ്ടാണ് ഏത് ഡിവോഷണൽ പരമായിട്ടുള്ള കാര്യത്തെയും മാനേജ് ചെയ്ത് യുക്തിപൂർവം കൊണ്ടുപോകുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസത്തെ വിശ്വാസമെന്നും അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമെന്നും വിളിച്ചു പറയാനുള്ള ധൈര്യം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അത് വളരെ ചെറുപ്പത്തിൽ ഇവർക്കുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കൃഷ്ണലീല എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ണിക്കണ്ണനായിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ കാണിച്ച ലീലകളുടെ അർത്ഥം ഇന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും പറ്റിയിട്ടില്ല. പലരും പലതും വ്യാഖ്യാനിച്ച് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെയും ചിന്തയ്ക്കനുസരിച്ച് അത് വ്യാഖ്യാനിക്കുന്നു. പക്ഷേ എന്താണ് ചെയ്തതെന്നുള്ളത് കൃഷ്ണന് മാത്രമേ അറിയാവൂ. അത് പറഞ്ഞതുപോലെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മാത്രമേ കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ അത് എങ്ങനെയെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചെടുത്തോളണം. ഇനി അതിനായിട്ട് ഇവർ ക്ലാസ് എടുത്ത് തരുമെന്നൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ ശക്തിയുടെ പ്രത്യേകത അതാണ്. വളരെ രഹസ്യാത്മകവും എന്നാൽ വളരെയധികം ധാർമ്മികതയും കീപ്പ് ചെയ്യുന്ന ക്യാരക്ടറുള്ളവരാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു പവറാണ് ഈ രോഹാന ശക്തി, അല്ലെങ്കിൽ ആ പവറിനെയാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഉൾക്കൊള്ളുന്നത്. ഈ തമോ ഗുണപ്രധാനമായിട്ടുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇമോഷണൽ ബോഡിയെ പ്യൂരിഫൈ ചെയ്യാൻ, അതായത് ഒരു ഇമോഷണൽ സോളിനെ പോലും പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ്, സൂപ്പർ പവർ ഈ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഉണ്ടാവും. അതായത് ഇമോഷണൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ എത്ര രീതിയിലായിരുന്നാലും എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും സമാധാനിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നത് പോലെ മറ്റൊരു നക്ഷത്ര ജാതരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ആരും അറിയാതെ പോയി രഹസ്യമായിട്ടൊക്കെ ഇരുന്ന് കരയുന്നവരുമാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. എന്നിട്ട് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ മറ്റുള്ളവർക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ എത്ര ഇമോഷണൽ പരമായിട്ടുള്ള കാര്യമായിരുന്നാലും അതിനെ റിലാക്സപ്പ് ആക്കുവാനുള്ള ഒരു പ്രത്യേക മാന്ത്രിക ശക്തി ഉള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ. സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ബേസിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, കാരണം അത്ര പവർഫുള്ളായിട്ടാണ് ഒരു കോസ്മിക് റേസ് ഇവരിലേക്ക് പതിയുന്നത്. ചില നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ ഈ കോസ്മിക് പവേഴ്സ് പോകുമ്പോൾ ഓരോ ശരീരത്തിലെ ഓരോ പോയിൻറ്റ്സിൽ കൂടെ ആയിരിക്കും അവരുടെ ഇന്നർ ഡെപ്തിലേക്ക് പ്രവേശിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായി നമ്മുടെ ഹെഡിൻ്റെ മിഡിൽ പോർഷനിൽ കൂടി ആ ഒരു സ്പിരിറ്റ് പവർ കയറുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് രോഹിണി നക്ഷത്രം. ഇവരെ ഏറ്റവും കൂടുതൽ വലിയ പ്രത്യേകത ബുദ്ധിയാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കഴിവുകളുള്ളവരായിരിക്കും രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർ. ഇപ്പോൾ ചിലർക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനോടൊപ്പം വരയ്ക്കാനും കഴിവുണ്ടാവും, അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പാടാൻ കഴിവുണ്ടാവും. ഇനി പാടാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനോടൊപ്പം വാദ്യോപകരണം ഉപയോഗിക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ഇവർ സൈഡ് വേസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഒരു കൈ എന്താ പറയുക, രണ്ട് കൈയും എപ്പോഴും വർക്കിംഗ് ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഹാന ശക്തിയിലൂടെ ഇവർക്ക് പിന്നെ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ഫോംസ് എന്നുള്ളതാണ്.
അതായത് ആർട്ടിസ്റ്റിക് ഫോംസ് എന്ന് പറയുമ്പോൾ അസെൻഡബിൾ ആർട്ടിസ്റ്റിക് ഫോംസ് എന്നുള്ളത് എടുത്തു പറയണം. അതായത് ഒരിക്കലും താഴ്ന്നു പോകാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കലാവൈഭവങ്ങളെ ഉണർത്തിക്കൊണ്ട് വരുവാൻ ഇവർക്ക് ഒരു പ്രത്യേകമായ കഴിവുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ST ഗോഡ് ഞാൻ പറഞ്ഞത് ചന്ദ്രനായതുകൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗോഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കും. കാരണം സ്റ്റാർ ഓഫ് അസെൻഡൻസ് എന്നാണ് രോഹിണി നക്ഷത്രത്തിന് അറിയപ്പെടുന്നത്. അതായത് ഒരു കാര്യത്തെ സൃഷ്ടിക്കാനും വളർത്താനും അതുപോലെ നറിഷബിളായിട്ട് അതിനെ കൊണ്ടുപോകാനും, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാനും നിയന്ത്രിക്കാനും വളർത്തിക്കൊണ്ട് പോകുവാനും കഴിവുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു സ്പിരിറ്റ് ട്രാൻസ്മിഷൻസ് ആണ് ഇവരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയത്തില്ല കേട്ടോ, നമ്മളറിയാതെ നമ്മളുടെ ലൈഫിൽ ഇതൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു പവർ നിങ്ങളറിയാതെ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇതിനെയൊക്കെ ആകാം, ഈ സ്പിരിറ്റ് ട്രാൻസ്മിഷനെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഈ ഒരു ചൈതന്യത്തിനെ ആകാം നമ്മൾ പൂർവിക ഋഷിവര്യന്മാർ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞു, എന്നിൽ തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ തത്വമസി, അത് ഞാൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഇന്നും പേരിട്ട് വിളിക്കാൻ സാധിക്കാത്ത ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തിൽ ഏതോ ഒന്ന് നമ്മളെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനത്തെയാണ് ഒരു പക്ഷേ നമ്മൾ ഈശ്വരനെന്നോ ദൈവമെന്നോ പരബ്രഹ്മമെന്നോ കൃഷ്ണനെന്നോ ശിവനെന്നോ അള്ളാഹുവെന്നോ ക്രിസ്തുവെന്നോ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അതായിരിക്കാം, ഈ പവേഴ്സിനായിരിക്കാം. അതുകൊണ്ടാണ് സ്പിരിറ്റ് ട്രാൻസ്മിഷന് പാരാസൈക്കോളജി പോലുള്ള വിശാലമായ പഠനം നടത്തേണ്ട ഒരു സബ്ജക്റ്റിൽ സ്പിരിറ്റ് ട്രാൻസ്മിഷനൊക്കെ അത്രയധികം സൂക്ഷ്മമായി പഠനം നടത്തേണ്ട കാര്യങ്ങളാണെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രൊഫസേഴ്സൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 3-ാമത്തെ കാര്യം, ഒരേ സമയം കോസ്മിക് പവേഴ്സിനെയും അതുപോലെ ഇന്നർ കണക്ഷൻസിനെയും നിയന്ത്രിക്കാൻ രോഹിണി നക്ഷത്രത്തിന് സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് യൂണിയൻ ഓഫ് കോസ്മിക്സ് ആൻഡ് ഇന്നർ കണക്ഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകൾ, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതിനെല്ലാത്തിനെയും കോസ്മിക്കുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു യൂണിയൻ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവോ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വിചാരിക്കുക. അവരോട് നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ തിരിച്ച് പ്രതികരിച്ചു എന്ന് വരില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നിങ്ങൾ അറിയാതെ നിങ്ങൾ ആ കാര്യങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലിട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ ആട്ടുകല്ലിൽ അരിയാട്ടും പോലെ ഇങ്ങനെ അരച്ചെടുത്ത് അവസാനം അതിനെ ഒരു രൂപത്തിലാക്കി അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അതിനെ കോസ്മിക്കിന് സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു കഴിവ് രോഹിണി നക്ഷത്രജാതർക്കുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ അറിയില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ ഇത് നടന്നുകൊണ്ടിരിക്കും. ഇതിന് കോസ്മിക് പവറിന് സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സബ്മിഷൻ കോസ്മിക് പവറിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന സബ്മിഷനാണ് ശരിക്കും ബൂമറാങ് ആയിട്ട് പിന്നെ കർമ്മ എന്നുള്ളൊരു പേരിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ഫലം ഏത് സമയത്തായിരുന്നാലും ഒരു ബൂമറാങ് പോലെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുമെന്നുള്ളതിൻ്റെ ഒരു ബേസിക് തിയറി. ആ തിയറി കൃത്യമായി നടക്കുന്ന നക്ഷത്രങ്ങൾ പെടുന്നതാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. അത് ഈ ആദ്യം പറഞ്ഞ രോഹാന ശക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യവുമാണ്. ഇനി അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ബ്രഹ്മാരാധനയ്ക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാരാധന എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നമ്മളിലെ ബ്രഹ്മതത്വത്തെ ഉണർത്താൻ. ബ്രഹ്മാരാധന എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ധർമ്മം വേണം, നീതി വേണം, പ്രയോജനപരമായ കാര്യങ്ങളായിരിക്കണം. ഇങ്ങനെ ബ്രഹ്മത്തെ ത്രിവിധങ്ങളായി ആരാധിക്കുന്നവരായിരിക്കും രോഹിണി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു രോഹാന ശക്തിയെ, നിങ്ങളിലെ ഇമോഷണൽ പവർ, നിങ്ങളിലെ പോസിറ്റീവ്നെസ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു എന്താ പറയുക, ഒരു ലെന്തി ടൈ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാധനത്തിനെ കുറേ കൂടെ അടുപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത്. ചന്ദ്രനാണ് ഇവരുടെ ST ഗോഡ്സ്, സ്പിരിറ്റ് ട്രാൻസ്മിഷൻ ഗോഡ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രമുദ്രക്രിയ എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട്. യോഗ വിദ്യയിലൊക്കെ ഉള്ളതാണ് ചന്ദ്രമുദ്രക്രിയ. ഈ ചന്ദ്രമുദ്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന ഋഷിവര്യന്മാരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു വസിഷ്ഠൻ. അതുപോലെ വേദവ്യാസ മുനി, വേദവ്യാസ മഹർഷി ചന്ദ്രമുദ്രയുടെയൊക്കെ ഉപാസകൻ, ഒരുപാട് മുദ്രകളുടെ ഉപാസകനാണ്, ഉപജ്ഞാതാവുമാണ്. പക്ഷേ ചന്ദ്രമുദ്രയെ വളരെയധികം അദ്ദേഹം ഉപാസിച്ചിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ മനസ്സ് നിയന്ത്രിച്ച് നിർത്തിയാൽ നമുക്ക് പല കാര്യങ്ങൾക്കും
ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക് വരും. അത് മറ്റുള്ളവരിലേക്ക് എത്തും. കൃഷ്ണഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മനയേവച മനുഷ്യാണ് കാരണോ ബദ്ധമോക്ഷയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബന്ധനങ്ങൾക്കും മോക്ഷത്തിനും കാരണം മനസ്സാണ്. അപ്പോൾ അവിടെ ശുദ്ധീകരിക്കപ്പെട്ടാൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ്. ഈ മുദ്ര ചെയ്യേണ്ട പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൈകൾ മുഴുവൻ കൈകളും ക്ലോസപ്പായിട്ട് ഇങ്ങനെ വളരെ ക്ലോസപ്പായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇത് അടയ്ക്കുക. ഈ 2 തള്ള വിരലുകളും ചേർത്ത് വയ്ക്കുക. വളരെ ഒരിക്കലും നട്ടൽ വളയാൻ പാടില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം. നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കണം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നേവലിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഈ പോർഷൻസ്, ഇത്രയും വിരലുകൾ നിങ്ങളുടെ നേവലിൻ്റെ താഴെയും ഈ പോർഷൻ നേവലിൻ്റെ തൊട്ട് മുകളിലുമാക്കി വെച്ചുകൊണ്ട്, രാത്രി സമയമാണ് ഏറ്റവും നല്ലത്. അതായത് രാത്രി സമയം, അർദ്ധരാത്രി സമയത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 21 ടൈംസ് നിങ്ങൾ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഇത് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ എടുക്കുന്ന സമയത്ത് ഇത് ഒരുമിച്ച് ചേർക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വരുമ്പോൾ ഈ തള്ളവിരലുകൾ റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 21 ടൈംസ് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുക. ഒരു 1 മന്ത് 30 ഡേയ്സ് കൃത്യമായിട്ട് ഇത് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ഒരു 30 ദിവസം കൃത്യമായിട്ട്, ഇതിന് മറ്റ് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാത്തൊരു മുദ്രക്രിയയാണ്. ഒരു 30 ഡേയ്സ് കൃത്യമായി നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ അറിയാതെ നിങ്ങളിലെ ഒരു പവർ ഉണരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു രോഹാന ശക്തി നിങ്ങളിലേക്ക് വരുന്നത് അറിയാൻ പറ്റും. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നെഗറ്റീവ്സ്, അത് വ്യക്തികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൂപ്പർ പവേഴ്സ് ആയിക്കൊള്ളട്ടെ, എന്ത് സാധനമായിരുന്നാലും, അത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കൊള്ളട്ടെ, ഇതെല്ലാം നിങ്ങളിൽ നിന്നും മാറി പോകുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായി ഫോളോ ചെയ്യണം. അത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ രോഹാന ശക്തി ആർജിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ രോഹാന ശക്തി ആർജിക്കാൻ കഴിവുള്ള, ചന്ദ്രൻ ദേവനായിരിക്കുന്ന, കൃഷ്ണൻ രക്ഷകനായിരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. ഈ ചന്ദ്രക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി കൃഷ്ണൻ്റെ മൂലമന്ത്രം ജപിക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് അതും ചെയ്യാം. അത് ഈ 2 രീതിക്കും ചെയ്യാം. അല്ലെങ്കിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. പ്രാണാരാധന തന്നെയാണ് കൃഷ്ണാരാധന എന്ന് പറയുന്ന പോലെ ശ്വാസഗതിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് കൃത്യമായി നിങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുക. വലിയൊരു മാറ്റം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.